നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ 8 പേരുടെ മരണം, അതായത് 8 പേരെ മരിച്ച ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ വ്യക്തമാക്കിയത്. അതിൽ ഒരാൾ നേരത്തെ നമ്മൾ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നതാണ്. അതിൽ ഒരാൾ പാലക്കാട് സ്വദേശിയാണ്. വാസുദേവൻ 54 വയസ്സുകാരൻ വാസുദേവൻ പാലക്കാട് സ്വദേശിയാണെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഏതായാലും മരിച്ച 8 പേരെ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ വരെ 7 പേരുടെ വിവരങ്ങളാണ്, അതായത് 7 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരുന്നതെങ്കിൽ അത് 8 ആയിട്ടുണ്ട്. അതായത് നേരത്തെ പുറത്തു വന്ന ഇവിടേക്ക് എത്തിച്ച ശരീരാവശിഷ്ടങ്ങളിൽ നിന്ന് ഒരാളെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് 8 പേരുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്ന് 8 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടിയുടെ അടക്കം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ്. കൂടാതെ ഇവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് ആവശ്യമായ സഹായം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും മന്ത്രി അല്പം മുമ്പ് വ്യക്തമാക്കിയിരുന്നു. കൂടാതെ കൂടുതൽ ആരോഗ്യ വിദഗ്ധർ ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് പാലക്കാട് ജില്ലയിൽ നിന്നും തൃശ്ശൂർ ജില്ലയിലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആരോഗ്യ വിദഗ്ധർ ഇതിനോടകം തന്നെ ആശുപത്രിയിൽ എത്തുകയും ഇതിനോടകം തന്നെ ചികിത്സയ്ക്ക് ആവശ്യമായ നടപടികൾ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. കൂടാതെ കുറച്ച് കഴിയുമ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കൂടി ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം അവലോകന യോഗം ചേരുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ സംഭവ സ്ഥലത്ത് ഇവിടെ വി.എൻ. വാസവനുണ്ട്. അതോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് മന്ത്രി ബിന്ദു അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. കൂടാതെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവുണ്ട്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെയുണ്ട്, കൂടാതെ വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയുണ്ട്. അങ്ങനെ മന്ത്രിമാരുടെ സംഘം തന്നെ തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കൂടി ഇങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേരും. അവലോകന യോഗം ചേർന്ന ശേഷം ബാക്കി തുടർ നടപടികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നുള്ളതാണ്. ഇനി കൂടുതൽ ആരോഗ്യ വിദഗ്ധർ ഇങ്ങോട്ടേക്ക് ആവശ്യമാണെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഉണ്ടാകും. അതായത് എറണാകുളം ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്ന് കൂടി ആരോഗ്യ വിദഗ്ധരെ ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നുമുള്ള മറ്റ് ആരോഗ്യ വിദഗ്ധർ കൂടി DMOയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ആരോഗ്യ സംഘം ഇതിനോടകം തന്നെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ കൃത്യമായ ചികിത്സ നൽകുന്നുമുണ്ട്. കൂടാതെ ഈ മരിച്ച, അതായത് ICUവിൽ, അതായത് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 10 പേരുണ്ട്. ഇവർ ഗുരുതരാവസ്ഥയിൽ തന്നെ ICUവിൽ തുടരുകയാണ്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരവും 2 പേർ വെന്റിലേറ്ററിലുമാണ്. ഈ അതീവ ഗുരുതരാവസ്ഥയിൽ ഉള്ള ആളുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 80% മുകളിൽ പരിക്ക് പറ്റിയ ആളുകളാണ്. അതിൽ ഈ അതായത് ഈ ഗോഡൌണിന്റെ ഉടമ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇതിൽ സതീഷ് 46 വയസ്സ്, അദ്ദേഹത്തിന് 80% പൊള്ളൽ നിലവിലേറ്റിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ 90% മുകളിൽ പൊള്ളലേറ്റ് ഏകദേശം 2 പേരുണ്ട്. അവരാണ് ഈ വെന്റിലേറ്ററിൽ തുടരുന്നത്. കൂടാതെ 3 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെയൊക്കെ 13 പേർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നുള്ളത്. അതിൽ ചില ആളുകളെയൊക്കെ, അതായത് ഈ സംഭവം കണ്ട ഉടനെ തന്നെ, അതായത് പടക്കം പൊട്ടി തുടങ്ങിയ ഉടനെ തന്നെ പേടിച്ച് അവിടെ നിന്ന് ഓടിയ ആളുകളുണ്ട്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരുടെ കാലിനൊക്കെ സാരമായി പരിക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 13 പേരുടെ കണക്ക് നിലവിൽ പറയുന്നത്. ഏതായാലും അല്പസമയം മുമ്പ് ഒരാളുടെ കൂടി, അതായത് ഒരാളുടെയാണോ അത് നേരത്തെ കൊണ്ടുവന്നതിൻ്റെ ബാക്കി ശരീരാവശിഷ്ടമാണോ എന്നതിൽ വ്യക്തതയില്ല. ഏതായാലും അല്പസമയം മുമ്പ് ഒരു ശരീരാവശിഷ്ടം കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊണ്ടുവന്ന ശരീരാവശിഷ്ടങ്ങളൊക്കെ തന്നെയും ഈ മോർച്ചറിയിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ്. കാരണം അത് ആരുടെയാണെന്നോ എന്താണെന്നോ ഉള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ അതിൽ DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ അത് ആരുടേതാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരികയുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ അത് മോർച്ചറിയിലേക്കാണ് മാറ്റുന്നത്. ഏതായാലും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾ ഇവിടെ ആശുപത്രിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുക. ഏതായാലും ഈ വളരെ ദാരുണമായൊരു സംഭവമാണ് തൃശ്ശൂരിനെ, അല്ലെങ്കിൽ കേരളത്തിന് ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഇന്ന് വൈകിട്ടോടുകൂടി തൃശ്ശൂരിൽ സംഭവിച്ചത്. ഏകദേശം 42 ആളുകൾ ഉണ്ടായിരുന്നതായി, അതായത് ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഏകദേശം 42ഓളം ആളുകൾ ഉണ്ടായിരുന്നതായി ഒരു ദൃക്സാക്ഷി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി വി.എൻ. വാസവൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്.
ഏതായാലും ഈ കണക്കിൻ്റെ കാര്യത്തിലൊരു അവ്യക്തത തുടരുന്നുണ്ട്. കാരണം പല കണക്കുകൾ വരുന്നുണ്ട്. ഏതായാലും 42 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ദൃക്സാക്ഷി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അത് വെച്ചിട്ട് 42 പേർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഏതായാലും അതിലൊരു അവ്യക്തത തുടരുന്നു. ഇനിയിപ്പോൾ കൃത്യമായൊരു കണക്ക് വരണമെങ്കിൽ സ്വാഭാവികമായും മറ്റുള്ള ആളുകൾ, അതായത് ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ, അബോധാവസ്ഥയിലുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരോടൊക്കെ സംസാരിച്ചെങ്കിൽ മാത്രമേ എത്ര പേർ കൃത്യമായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലുള്ള ആളുകൾ 13 പേരാണ്. അതിൽ 10 പേർ ICUവിൽ തന്നെ തുടരുന്നു. 2 പേർ വെന്റിലേറ്ററിലും 3 പേർ അതീവ ഗുരുതരാവസ്ഥയിലും തുടരുകയാണ്. ഏതായാലും ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ഇനി ആവശ്യമാണെങ്കിൽ, അതായത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കൂടി എത്തിയതിനു ശേഷം അവലോകന യോഗം ചേർന്ന് ഇനി കൂടുതൽ ചികിത്സയ്ക്ക് വിദഗ്ധർ ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. എറണാകുളം ജില്ലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കണമെങ്കിൽ അതിന് വേണ്ട നടപടികൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ്. കൂടാതെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിട്ടുണ്ട് അതിവേഗം. അതായത് പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം, അതായത് ഫോറൻസിക്കിൻ്റെ നിലവിലുള്ള, അതായത് രാവിലെ വൈകിട്ട് 5 മണി വരെ മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ഇക്കാര്യത്തിൽ മാറ്റിയിരിക്കുന്നു. ഏതായാലും ആ വിഷയത്തിൽ മരണപ്പെട്ട ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം അവരുടെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. ഇപ്പോൾ അല്പസമയം മുമ്പ് ഇങ്ങോട്ടേക്ക് എത്തിച്ച ശരീരാവശിഷ്ടങ്ങളിൽ ഒന്നാണിത്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റുന്ന നടപടികളാണ് നമ്മളിപ്പോൾ തത്സമയം കാണുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്യും.